be glorified. ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നൽകിയത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for giving this opportunity to stand before you. ലീഡ് ചെയ്ത ബ്രദർ ബിബിൻ, അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോയൽ ബ്രദർ, അതുപോലെ തന്നെ എൽഡേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നിരത്തി ആദ്യമായി അറിയിക്കുന്നു. I give thanks to God and give greetings in the name of our Lord and our Lord and Savior Jesus Christ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ദൈവസഭ വളർന്നു വരുന്ന തലമുറകൾക്ക് ഇങ്ങനെ അവസരം ഒരുക്കി നൽകുന്ന ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for giving opportunities for the upcoming generation to work, to stand before Him and to be part of the ministry. ഇങ്ങനെ അതിൽ ഒരു അവസരം എനിക്കും ലഭിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for giving me an opportunity also. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും പൂർണ്ണമായ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. I request everyone's prayer when I stand before you, and pray for me too. I'm doing the translation for the first time. For any mistakes, please pardon me and help me when I'm stuck. നമുക്കറിയാം, ബൈബിൾ പരിശോധിക്കുമ്പോൾ പത്രോസും അപ്പോസ്തലന്മാരും പ്രസംഗിച്ചപ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രികളും പ്രമാണികളും ചോദിച്ചു, ഇവർ എങ്ങനെ ഈ വൻകാര്യങ്ങളിൽ സംസാരിക്കുന്നു, ആരാണ് ഇവർക്ക് ജ്ഞാനം നൽകിയത് എന്ന് നാം വായിക്കുമ്പോൾ നമ്മൾ കാണുവാനായി കഴിയും. When we look into the Bible, we see Peter and other apostles. When they are preaching the gospel, we see the other scribes and everyone asking how they can explain from this great word. മറ്റൊരു പ്രസംഗത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ വലിയ ദൈവകൃപ ആവശ്യമാണ് ദൈവജനം സംസാരിക്കുവാനായി. To preach the gospel of God, we need God's mercies. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിച്ചുകൊള്ളുന്നു. And I humbly request everyone's prayer for me to stand here. നാം ജെയ്സൺ വായിച്ച ആ വേദഭാഗത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. I'd like to turn your attention to the scripture that Jason read just now. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. Job chapter 29 verse 1 to 5. യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിന് സംഗീതമുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടി വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. I'd like to read in English. It's a New Living Translation. Job continued speaking. I long for the years gone by when God took care of me, when He lit up the way before me and I walked safely through the darkness. When I was in my prime, God's friendship was felt in my home. The Almighty was still with me and the children were around me. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. We are very familiar with this scripture portion. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ യോബിന്റെ കഷ്ടതകളെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ നാം ചിന്തിക്കും. When we read about book of Job, we think that we are going to discuss about Job's suffering. എന്നാൽ യോബിന്റെ കഷ്ടതകളെ കുറിച്ചൊന്നും ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നില്ല. യഹോവയാം ദൈവം യോബിനെ നടത്തിയ വിധങ്ങളെ കുറിച്ച്, യഹോവയാം ദൈവം യോബിനെ കരുതിയ ആ കരുതലിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. I do not wish to speak about Job's sufferings, but how the God Almighty provided and helped him. എന്നാൽ ഈ പുസ്തകം വായിക്കുമ്പോൾ യോബിനെ കുറിച്ച് പറയാതിരിക്കുവാനായി ഒരിക്കലും നിവൃത്തിയില്ല. When we read about this book, I cannot but speak about Job. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ട ബൈബിളിലെ ആദ്യ പുസ്തകമെന്ന് വായിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായും കാണുവാനായി കഴിയും. According to the Bible scholars, we see that the book of Job is the first book that was written in this Bible. മോശയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. As per the Bible scholars, it is mentioned that Moses wrote this book of Job. ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് വേഗം ശ്രദ്ധയെ തിരിക്കുവാനായി ആഗ്രഹിക്കുന്നു. I'd like to turn your attention to these verses that we just read. ഇവിടെ നാം വായിക്കുമ്പോൾ യോബ് പറയുകയാണ്, യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്നാൽ. Job continued speaking. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ
ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. Job here speaks, he likes, I long for the years gone by when God took care of me. അതിന്റെ അഞ്ചാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. Verse 5, here it is written, the Almighty was still with me and my children were around me. ഇവിടെ നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, ദൈവം കരുതിയ നിമിഷങ്ങളെ കുറിച്ച്, ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് അവൻ വർണ്ണിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. Job explains here how God has provided and helped him. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് യോബ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. There are 5 things that Job mentions in these 5 verses. ഒന്ന്, അവൻ പറയുകയാണ്, യഹോവയാകുന്ന ദൈവമേ, അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന, അങ്ങനെ കാത്തുപാലിക്കുന്ന ആ നല്ല നിമിഷങ്ങൾ എനിക്ക് വീണ്ടും നൽകണമേ. Job is requesting God that the good times that he took care of him. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. When we turn to Job chapter 1 verse 1, we can see like this. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. There was a man named Job who lived in the land of Uz. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. He was blameless, a man of complete integrity. He feared God and stayed away from evil. യോബിന്റെ ജീവിതത്തിലെ നല്ല ഗുണങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും. We can see the good qualities of Job here. ഒന്ന്, അവൻ നിഷ്കളങ്കനായിരുന്നു. He was blameless. 2, അവൻ നേരുള്ളവനായിരുന്നു. He was a man of complete integrity. 3, അവൻ ദൈവഭക്തനായിരുന്നു. He feared God. 4, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. And stayed away from evil. ദൈവത്തെ സ്നേഹിക്കുന്നത് അവന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയ ഒരു വ്യക്തിയായിരുന്നു യോബ് എന്ന് കാണുവാനായി കഴിയും. Loving God was his utmost importance in his life. ഇങ്ങനെ ദൈവികമായ അനുഗ്രഹത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. We know that he was a man who was blessed by God. എന്നാൽ നാം പിന്നീട് വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, അവന്റെ ജീവിതത്തിൽ സാത്താൻ പരീക്ഷിക്കുമ്പോൾ, വളരെയധികം പരീക്ഷകനായി സാത്താൻ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വളരെ വേദനാജനകമായ ജീവിതം നയിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. We see the life of Job afterwards, that when Satan tempts him, when takes away everything, the difficulties that he's been going through. എന്നാൽ ആ നിമിഷങ്ങളൊന്നും ദൈവത്തോടും മറുത്തു പറഞ്ഞില്ല. അവൻ ദൈവത്തെ ഓരോ നിമിഷവും മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. Yet he didn't complain anything against God, but he clung on to God for help. 21-ാം അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, യോബ് പറയുകയാണ്, ഒന്നാമത് പറയുകയാണ്, ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്ന, ദൈവം എന്നെ കാത്തുപോറ്റുന്ന ആ നാളുകൾ എനിക്ക് നൽകണം. ഒന്നാമത് അവൻ ആഗ്രഹിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ ദൈവം, അവന്റെ ദൈവം എന്റെ തലയ്ക്കുമീതെ പ്രകാശിക്കുന്ന ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ. In chapter 29 we see Job longing for the years that was when God took care of him. അവിടെ and he says when he lit up the way before me and I walked safely through the darkness. ഇവിടെ നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. He was walking safely in the darkness through the light that was lit before him. നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയും, 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. എല്ലാ സമ്പത്തുകളും അവൻ അനുഭവിച്ച വ്യക്തിയായിരുന്നു. When we look into chapter 1, we can see that Job was a very wealthy man. എന്നാൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നപ്പോഴും അവൻ മറുത്തൊന്നും പറയാതെ ആ ധനവും മാനവും പുകഴ്ചയൊന്നും വീണ്ടും ചോദിക്കുന്നില്ല. അവൻ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ പ്രകാശം, ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായി കഴിയും. Yet after when he was going through all the difficulties, he's not asking for all the wealth and everything back, but he just humbly says that he wants him to walk safely through the darkness. യോബ് പറയുകയാണ്, എന്നെ കാത്തുപോറ്റുന്ന നാളുകളിൽ കർത്താവേ, അങ്ങയുടെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. When you were taking care of me, your light was shining before me. അവന്റെ വെളിച്ചത്താൽ, കർത്താവേ, അങ്ങയുടെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടക്കുവാനിടയായി തീർന്നു. By your light I was walking through the darkness.
സങ്കീർത്തനം 139 സങ്കീർത്തനം അതിന്റെ 11-12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. Psalms 139 verse 11 and 12. Psalms 139 verses 11 and 12. I could ask the darkness to hide me and the light around me to become night. But even in darkness I cannot hide from you. To you the night shines as bright as day. Darkness and light are the same to you. ഇവിടെ നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇവിടെ നാം വായിക്കുമ്പോൾ ഇരുട്ട് അന്ധകാരത്തെ കാണിക്കുന്നു, സാത്താനെ കാണിക്കുന്നു. അവിടെ നാം വായിക്കുമ്പോൾ ഇരുട്ട് ഒരു മനുഷ്യനെ മൂടിക്കളയുവാനായി വരുമ്പോൾ, അവന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുവാനായി വരുമ്പോൾ, സാത്താൻ അവനെ തകർത്ത് കളയുവാനായി വരുമ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, ഇരുട്ട് പോലും നിനക്ക് വെളിച്ചമായി തീരും. Yeah, here darkness represents Satan. When Satan comes in to make our lives dark, when we look unto the Lord, your light, to you the night shines as the brightest day. When we look unto the Lord, even the darkness moves away. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. To you the night shines as bright as day, but even in darkness I cannot hide from you. പ്രബോധിപ്പിച്ചോളാം അങ്കിൾ വായിച്ചൊരു വാക്യമുണ്ട്, കൊലോസ്യ ലേഖനം 1-14 വാക്യം. We read in the morning from Colossians chapter 4 verse 1 verse 40. Let's turn to that too. അവിടെ നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രത്തോടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. Colossians chapter 1 verses 40, in whom we have a redemption, the forgiveness of our sins. ഒരിക്കൽ നാം ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. ദൈവത്തിലേക്ക് വരുവാൻ ഒരു നീതിയുമില്ലാതെ ഇരുട്ടിന്റെ അധികാരത്തിൽ, സാത്താന്റെ അധികാരത്തിലായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാനായി സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. Once we were under the dominion of darkness, but to save us from the darkness, the Lord came from heaven to save us. നമ്മെ വീണ്ടെടുക്കുവാനായി ഗെത്സമനെ തോട്ടം മുതൽ കാൽവരി ക്രൂശോളം അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. He suffered from the garden of Gethsemane to cross of Calvary. നമുക്ക് വേണ്ടി അടികളേറ്റു, നമുക്ക് വേണ്ടി നിന്ദകൾ സഹിച്ചു, നമുക്ക് വേണ്ടി തുപ്പലുകളേറ്റു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ മരിക്കുവാനിടയായി തീർന്നു. He suffered everything for us till to Calvary. The cross of Calvary. നാം ഏൽക്കേണ്ട ശിക്ഷകളായിരുന്നു, നാം ഏൽക്കേണ്ട വേദനകളായിരുന്നു, നാം ഏൽക്കേണ്ട മരണമായിരുന്നു. എന്നിട്ടും നമ്മെ തേടി സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തേക്ക് വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നമുക്ക് വേണ്ടി ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുത്ത ആ വലിയവനാകുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കുവാനായി കഴിയണം. We were worthy of all this pain and suffering, but He took everything and died on the cross of Calvary to save us. So we should be able to worship our Lord. ഇവിടെ നാം വായിക്കുമ്പോൾ യോബ് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കർത്താവേ അന്ന് അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. Here when we come back to chapter 29, he says when he verse 3. When he lit up the way before me and I walked safely through the darkness. രണ്ടാമത് അവൻ ആഗ്രഹിക്കുകയാണ്, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. Secondly, he is saying, I walked safely through the darkness. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് തന്റെ അടുക്കൽ വന്നവരോട് അവൻ പറയുവാനിടയായി തീർന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. When our Lord Jesus Christ was in this world, he mentioned that He is the light of the world. അവന്റെ അടുക്കലേക്ക് വന്നവരെ ആരെയും നിരാശരായി വിട്ടില്ല. ജീവിതത്തിൽ ഭാരങ്ങളും പ്രതികൂലങ്ങളും വേദനകളുമായി ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞവർ അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ പ്രകാശമുള്ളവരായി തീരുവാനിടയായി തീർന്നു. He never he always whoever come to him with pain and sufferings in his life, he always gave him light in their life. നാം സേവിക്കുന്ന ദൈവം പ്രകാശം നൽകുന്ന ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവാണ്. അവൻ നമുക്ക് നിത്യമായ ജീവനെ നൽകിയ ഒരു ദൈവമാണ്. The God whom we serve is a God who gives light, who gives eternal life.
മൂന്നാമത് യോബ് പറയുകയാണ്, എൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരുന്നു. Thirdly, he says, when I was in my prime, God's friendship was felt in my home. Verse 4. മറ്റൊരു വേർഷനിൽ എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു, അവിടെ പറയുകയാണ്, God is my intimate friend. അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. In another version, he says, God is my friend, my intimate friend. നമുക്കറിയാം, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. There is a saying in Malayalam that if your friend is good, you don't need a mirror. നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ഭാരങ്ങളൊക്കെ അവനുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ കുറഞ്ഞു കിട്ടുവാനിടയായി തീരും. We know that in our lives, if we have a very good friend, we can share our troubles with them. ഇവിടെ യോബ് ദൈവത്തെ തന്റെ സ്നേഹിതനായി കാണുകയാണ്. Here Job is seeing God as his intimate friend. ഭാരങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അവന്റെ ഭാര്യ പോലും അവനെ തള്ളിക്കളഞ്ഞപ്പോൾ, തന്റെ സ്നേഹിതന്മാർ പോലും അവനെ തള്ളിപ്പറഞ്ഞപ്പോൾ, വലിയവനാകും ദൈവത്തെ സ്നേഹിതനായി കാണുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായി കഴിയും. Even when his friends and his wife was against him in his difficulties, he was considering God as his intimate friend. നമുക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് പഠിക്കുവാനായി കഴിയുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നത്, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. We know about Abraham that Abraham was God's friend. ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു അബ്രഹാമിനെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. We see one Abraham who listens to his commandments and follows his God's way. ഇവിടെ നാം വായിക്കുമ്പോൾ യോബ് പറയുകയാണ്, യഹോവയാകുന്ന ദൈവം എൻ്റെ സ്നേഹിതനാകുന്നു. Here Job also is saying that God is my intimate friend. ഒരു കൂട്ടുകാരനെന്നോട് പോലെ ദൈവത്തോട് സംസാരിക്കുവാനായി കഴിഞ്ഞാൽ, പ്രതികൂലങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കർത്താവേ നീ ഒഴികെ എനിക്കൊരു നന്മയ്ക്കും മറ്റൊന്നും എനിക്കൊരു നന്മയായല്ല, കർത്താവേ നീയാണ് സകലത്തിനും ആധാരം എന്ന് പറയുവാനായി കഴിഞ്ഞാൽ, നിശ്ചയമായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. In our difficulty, if we can say that God is our friend, we can share, and if we look unto him, we can സ്നേഹിതനായ ഭാരങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവം നിശ്ചയമായി നാം നടത്തുവാൻ മതിയായ ദൈവം. The God is a God who is able to guide us if we can consider him as a friend. സങ്കീർത്തനം 16-ാം അധ്യായം, when we turn to Psalm 16, അതിന്റെ 8-9 verses 8 and 9. I know the Lord is always with me. I will not be shaken, for he is right beside me. No wonder my heart is glad and I rejoice. My body rests in safety. ഇവിടെ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. So here David says that when he is with me, I will not be shaken. നമ്മുടെ കർത്താവിനെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ മുമ്പിൽ വയ്ക്കുവാനായി കഴിഞ്ഞാൽ, നമ്മെ നടത്തുവാനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. If we keep Christ as our priority, he will be there to in our all our ways. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. So Psalmist says like this, no, my heart is glad and I rejoice, my body rests in safety. ഭാരങ്ങളും പ്രതികൂലങ്ങളും വേദനകളും വരുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനായി കഴിഞ്ഞാൽ, സങ്കീർത്തനക്കാരൻ 36-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയതുമില്ല. During your difficulties, if you are able to look unto the Lord, like we see in Psalms 34 verse 5, those who look to him for help will be radiant with joy. No shadow of shame will darken their faces. ഇവിടെ അടുത്തത് യോബ് പറയുകയാണ്, 4-ാമത് പറയുകയാണ്, the Almighty, അവിടെ പറയുകയാണ്, ദൈവം എന്നോട് കൂടി വസിക്കുന്ന ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ. He is telling here that give me back the days when Almighty was still with me. അതിന്റെ 4-ാം വാക്യം പറയുന്നത്, എൻ്റെ കൂടാരത്തിൽ ദൈവത്തിന് സംഗീത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിച്ചിരുന്ന ആ നിമിഷം, സർവശക്തനാകുന്ന ദൈവം എന്നോടുകൂടെ വസിച്ചിരുന്ന ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. He is praying to God that the time when he was with him, give back the days when God was with him. ഇവിടെ നാം വായിക്കുമ്പോൾ
യോബിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും എല്ലാവരും അവനെ കൈവിട്ടപ്പോഴും എല്ലാവരും അവനെ മറന്നപ്പോഴും യഹോവയായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. We see that when during Job's difficulties, when everyone left him, even his wife and friends, only the God Almighty was with him. തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാം. Let's turn to Timothy. First Timothy chapter 4 verse 16. It reads like this. It goes like this. Keep a close watch on how you live and your teaching. Stay true. Sorry. It's 2 Timothy chapter 4 verse 16. The first time I was brought before the judge, no one came with me. Everyone abandoned me. May it not be counted against them. ഇവിടെ നാം വായിക്കുമ്പോൾ പൗലോസ് ജീവിതത്തിൽ അവന്റെ വിശ്വജീവിതകാലത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, എല്ലാവരും അവനെ കൈവിടുവാനിടയായി തീർന്നു. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, എല്ലാവരും അവനെ കൈവിടുവാനിടയായി തീർന്നു. അപ്പോൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, എന്നാൽ യഹോവയായ ദൈവം എനിക്ക് തുണയായി നിൽക്കുവാനിടയായി തീർന്നു. When Paul left everything to preach the word of God, he says that everyone abandoned me, but the Lord stood with me and gave me strength. എന്നാൽ യഹോവയായ ദൈവം എനിക്ക് ധൈര്യം നൽകി എന്റെ ശുശ്രൂഷ തികയ്ക്കുവാനായി യഹോവയായ ദൈവം എന്നോട് കരുണ കാണിക്കുവാനിടയായി തീർന്നു. എല്ലാവരും എന്നെ കൈവിട്ടപ്പോൾ, എല്ലാവരും എന്നെ മറന്നപ്പോൾ യഹോവയായ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. When everyone left me to complete my ministry, the God was with him who gave him strength. യേശു കർത്താവിന്റെ യുഗലോക ജീവിതത്തിൽ തന്റെ അടുക്കൽ വന്നവരോട് അവനിങ്ങനെ പറയുവാനിടയായി തീർന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുന്ന ദൈവമല്ല, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. The Lord Jesus, when he was in this world, he says, I will never forsake nor leave you. I will be always with you. യോബിന്റെ ചരിത്രവും നാം പരിശോധിക്കുമ്പോൾ കാണുവാനായി കഴിയുന്ന അങ്ങനെയാണ്. അവന്റെ ജീവിതത്തിൽ ഓരോ പരീക്ഷണ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നപ്പോൾ അവന്റെ മക്കൾ മരിക്കുവാനിടയായി തീർന്നു, തന്റെ മൃഗസമ്പത്ത് മരിക്കുവാനിടയായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവത്തെ അവിടുന്ന് മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. ദൈവത്തെ അവിടുന്ന് ഒരിക്കലും മറുത്തു പറയാതെ അവൻ ദൈവത്തെ മാത്രം സ്നേഹിക്കുവാനിടയായി തീർന്നു. When we see in Job's time of difficulty, when he lost his children, when he lost his livestock, everything, he never defies God, or he clung on to him as a friend. തന്റെ ഭാര്യ പോലും അവനോട് ഒരു വേള പറയുവാനിടയായി തീർന്നു, ഇനിയെങ്കിലും ഈ ദൈവത്തെ മറന്നുകൊണ്ട് നിനക്ക് ഈ വലിയ ശിക്ഷയിൽ രക്ഷപ്പെട്ടുകൂടായോ എന്ന് ചോദിക്കുന്നതായി നാം കാണുവാനായി കഴിയും. His wife says, can you forget God that you may be saved from this difficulty? അപ്പോഴും തന്റെ ഭാര്യയോട് പറയുകയാണ്, ദൈവം നന്മ നൽകുമ്പോഴും ദൈവം തിന്മ നൽകുമ്പോഴും നാം അനുഭവിക്കേണ്ടവരല്ലയോ എന്ന് പറയുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായി കഴിയും. But Job says, even in time of good and bad, we have to അവർ കൈവിട്ടപ്പോഴും നന്മ ലഭിക്കുമ്പോഴും തിന്മ ലഭിക്കുമ്പോഴും നാം അനുഭവിക്കുന്നത്. Job says, even in time of whatever God gives him, even if it is good or bad, we have to accept that. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിരാശമായ നിമിഷമാണ് താൻ ജീവിച്ചിരിക്കുമ്പോൾ, പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മക്കൾ മരിക്കുക എന്നുള്ളത്. One of the greatest difficulties that can happen to a human being is when he is alive, his children dying. തനിക്കുണ്ടായിരുന്ന ധനവും മാനവും മൃഗസമ്പത്തും ഒക്കെ പോയിക്കോട്ടെ, നമുക്ക് സഹിക്കാം. എന്നാൽ താൻ സ്നേഹിച്ചിരുന്ന തനിക്കുണ്ടായ മക്കൾ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ വളരെ വേദനാജനകമായ നിമിഷത്തിലും അവൻ വലിയവനാകും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനിടയായി തീർന്നു. We can see the Job, even when his children dies, he loves God. ദൈവത്തെ അവിടുന്ന് സ്നേഹിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ മറുത്തൊന്നും പറയാതെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ദൈവത്തിനെ മേത്തരമായി അവിടുന്ന് കരുതുന്നതായി നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. We can see that since Job didn't leave God, he was always with God, and he never defies his commandments. He was never against him. We can see that God is helping and guiding him. അതുകൊണ്ട് നാലാമത് അവൻ പറയുകയാണ്, യഹോവയായ ദൈവമേ എന്നോടുകൂടെ വസിക്കുന്ന
ആ അനുഗ്രഹമേറിയ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. So he's praying to God that the time when you were with me, give me back those days. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാനായി ആർക്ക് കഴിയും? ലോകത്തിൽ ആരെല്ലാം നമുക്കെതിരായി തീർന്നാലും, ശത്രുവായവൻ അന്ധകാരം നമ്മെ തകർത്ത് കളയുവാനായി വന്നാലും, വലിയവനാകും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ജയോത്സവമായി നടത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. We know that if anyone comes against, if God is for us, who can be against us? If any of the enemies of the world come against us, if God is with us, they cannot do anything against us. താഴോട്ട് വായിക്കുമ്പോൾ കാണുവാനായി കഴിയും 29-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത ആ അനുഗ്രഹമേറിയ ആ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. We read in verse 5 that he wants when his children was with him. ഇവിടെ യോബ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ നാളുകൾ അവൻ ഭൂദേശത്തെ ഏറ്റവും ധനാഢ്യനായ മനുഷ്യനായിരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ അതൊന്നും അവൻ തിരികെ ചോദിക്കുന്നില്ല. We see that Job is not asking for any of his wealth. He was we know that he was the wealthiest man in Uz, but he is not asking for any of it. അവൻ പറയുകയാണ്, കർത്താവേ, നീ എന്നെ കാത്തുപോറ്റുന്ന, നീ എന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ നല്ല നാളുകൾ എനിക്ക് വീണ്ടും നൽകണമേ. He just asking for the time when the God Almighty was taking care of him. ഒന്നവൻ ആഗ്രഹിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കുന്ന ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ. He's praying to God that he wants a time when he lit up the way before me, the time when God was a light in front of him. രണ്ടാമത് അവന്റെ വെളിച്ചത്താഞ്ഞ ഇരുട്ടിൽ കൂടി നടന്നു. മൂന്നാമത് പറയുകയാണ്, കർത്താവെ, അങ്ങയുടെ ദൈവത്തിന്റെ കൂടാരത്തിൽ എന്റെ സംഗീത, കർത്താവെ, അങ്ങയുടെ സംഗീത എനിക്കുണ്ടായിരുന്നു. ആ കൂട്ടായ്മ എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. He is praying to God that the time when God's friendship was felt in his home, he wants those times back. അവസാനം പറയുകയാണ്, കർത്താവെ, ആ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ. He is again praying that those good times, let those come back to me. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Let's turn to John chapter 3 verse 14. John 14-ന്റെ 1 മുതൽ 3. John chapter 14 verse 1 to 3. Don't let your hearts be troubled. Trust in God and trust also in me. There is more than enough room in my Father's home. If this were not so, would I have told you that I am going to prepare a place for you? അവസാനമായി യോബ് ആഗ്രഹിക്കുകയാണ്, എന്റെ ശുഭകാലം, കർത്താവേ, അങ്ങയുടെ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ. Job is again praying that let the good times, let him get back those good times. അവന്റെ ശുഭകാലം ഇതായിരുന്നു. ഒന്ന്, യഹോവയാകും ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയാകും ദൈവം എനിക്ക് വെളിച്ചമായി എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആ നിമിഷം, ആ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ. What was that good time? The time when God was with him, the time when God was a light before him. എന്താണ് നമ്മുടെ ശുഭകാലം? What is our good time? ഇവിടെ കർത്താവിന്റെ ഇഹലോക ജീവിതകാലത്ത് തന്റെ അടുക്കൽ വന്നവരോട് കർത്താവ് പറയുവാനിടയായി തീർന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. When Jesus was staying in this world, he says, let not your heart be shaken. പ്രതിസന്ധികൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുമ്പോൾ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോഴും യഹോവയാകുന്ന ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. When difficulties, pain and suffering come into our lives, our God is telling us, let not your hearts be shaken. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. Believe in God and in me. ഇന്ന് വൽക്കാലം ദൈവത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളതാണ്, എന്നെ വീണ്ടെടുക്കുവാനായി സ്വർഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി താണലോകത്തേക്ക് ഇറങ്ങി വന്ന, എനിക്ക് വേണ്ടി മറുവിലയായി തീർന്ന, എനിക്ക് വേണ്ടി ജീവനെ നൽകിയ ഒരു വലിയവനാകുന്ന കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. Now today what we can think is the God who left all his heavenly glory and came to this world to save us, to help and save sinners like us. നമുക്കറിയാം, കർത്താവിന്റെ അടുക്കിലേക്ക് അവർ നിരാശയുള്ളവരായിരുന്നു,
വേദനയുള്ളവരായിരുന്നു. അവർ എന്നേക്കുമായി പല പ്രശ്നങ്ങളുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടിവരായിരുന്നു. എന്നാൽ അവരെയൊക്കെയും കരുതുവാനായി വരുവനാകുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. We know that who came to the Lord, they were all suffering from different difficulties, but the God was mercy enough to take care of all of them. അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. He is saying, do not let your hearts be shaken, believe in God and in me. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. We see in John chapter 14 verse 2, there is more than enough room in my Father's home. If this were not so, would I have told you that I am going to prepare a place for you? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകുന്നു. I am going to prepare a place for you. വളരെ അനുഗ്രഹമേറിയ ഭാഗമാണ്. മൂന്നാം വാക്യം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. You can see here that it's a blessed thought that I am going to prepare a place for you. When everything is ready, I will come and get you, so that you will always be with me where I am. ഇവിടെ ഇതാ നമ്മുടെ വാഴ്ത്തപ്പെടുവാനാകുന്ന കർത്താവ് അഖിലാണ്ടത്തെ നിർമ്മിച്ച സകലത്തിനും കാരണഭൂതനായ ദൈവം, ഇല്ലായ്മയിൽ സകലത്തെ വിളിച്ചു വേർതിരിച്ച ആ വലിയവനാകുന്ന ദൈവം പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ട പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. The God who created everything and everything that we see, He is telling, when everything is ready, I will come and get you, so that you will always be with me where I am. കർത്താവ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, എൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ വിളിക്കുന്ന, എൻ്റെ അടുക്കൽ നിങ്ങളെ ഇരുത്തുന്ന ഒരു വലിയവനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who keeps us closer to Him. അതിന്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ്, എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. In the last part we see that you will always be with me. നമുക്കറിയാം, കർത്താവിന്റെ ക്രൂശ് മരണ സമയത്ത് നമുക്കറിയാം, നാം ഒരു കള്ളനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്, we see about during Lord's crucifixion, we see about one robber like this. അവൻ പാപിയായ മനുഷ്യനായിരുന്നു, അവനൊരു കള്ളനായിരുന്നു. എന്നിട്ടും വലിയവനാകുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ യാചിച്ചപ്പോൾ അവൻ നിലവിളി കേൾക്കുന്ന ഒരു വലിയവനായ കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയും. Even when he was a robber, he was a murderer. When he looked unto the Lord, Lord, he is showing compassion to the robber. അവനോട് പറയുകയാണ്, കർത്താവിനോട് അവൻ നിലവിളിച്ചപ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, മറ്റൊരു കള്ളനെ ശാസിച്ചുകൊണ്ട് കർത്താവെ എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, നീ എന്നോടുകൂടെ ഇന്ന് പരദീസയിലിരിക്കും. The Lord said to the robber who asked for it, that you will be sitting beside me, and he rebuked the other robber. ഇവിടെ കർത്താവ് പറയും, ഒരു കള്ളൻ അവൻ നിലവിളിച്ചപ്പോൾ അവനൊരു പാപിയായ ലോകത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ കർത്താവിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവസാന നിമിഷം അവൻ നിലവിളിച്ചപ്പോൾ അവന്റെ നിലവിളി കേട്ടുകൊണ്ട് അവനെ പരദീസയിൽ ഇരുത്തുന്ന, എന്നോട് കൂടെ ഇരുത്തുന്ന, കർത്താവിനോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും. This robber led a very sinful life in his life, but even in his last moments when he asked for God, he says that you will be sitting beside me in paradise. 14-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴും അതാ നമുക്ക് കാണുവാനായി കഴിയുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. This is what we see in this verse also. When everything is ready, I will come and get you, so that you will always be with me where I am. ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മെ ചേർക്കുന്ന, നമ്മെ മാറോട് ചേർക്കുന്ന, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മാറോട് ചേർക്കുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who never leaves nor forsakes us, who always keeps us closer to Him in times of our difficulties too. നമുക്കറിയാം, യോബിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്കതാണ് കാണുവാനായി കഴിയുന്നത്. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും തന്റെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നപ്പോഴും അവൻ ദൈവത്തോട് മറുത്തൊന്നും പറയാതെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ പൂർണ്ണമായി അനുഗമിച്ചതുകൊണ്ട് ദൈവനെ മേത്രമായി അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. This is what we see from the life of Job too. When he was going through many pains and suffering, he never
he confides in God and he never says anything against him but follows him. So we see a God who is keeping him closer to him. ഇസ്രായേൽ മക്കളുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ കാണുവാനായി കഴിയും ദൈവം നടത്തിയ വിധങ്ങൾ എത്രയോ വലുതായിരുന്നു. We see that from the life of Israel how the God Almighty provides them. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ വായിക്കാം. Let's turn to Exodus chapter 13 verse 21 and 22. അവിടെ നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വന്നപ്പോൾ വലിയവനായ ദൈവം അവരോട് കൂടെ ഇരിക്കുവാനിടയായി തീർന്നു. We see them when they were passing through wilderness. We see that the God was with them. അവിടെ നാം വായിക്കുമ്പോൾ 13-ാം അധ്യായം 21-ാം വാക്യം പറയുകയാണ്, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടത് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവയാകുന്ന ദൈവം അവർക്ക് മുമ്പായി നടക്കുവാനിടയായി തീർന്നു. We see here that the God is he guided them during the day with a pillar of cloud and provided light at night with a pillar of fire. മരുഭൂമിയിൽ അവർ ഭാരപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ അവർ വേദനയോടുകൂടെ അവർ നിലവിളിച്ചപ്പോൾ വലിയവനാകുന്ന ദൈവം അവരോട് കൂടെ ഇരിക്കുവാനിടയായി തീർന്നു. We see that the God was with them in their difficulties when they were going through the wilderness. പകലും രാവും യാത്ര ചെയ്യുവാനായി തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകലിൽ മേഘസ്തംഭവും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവയാകുന്ന ദൈവം അവർക്ക് മുമ്പായി നടക്കുവാനിടയായി തീർന്നു. To travel by day or by night, he was with them in a pillar of cloud and provided light at night with a pillar of fire. ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ വരുമ്പോൾ, ജീവിതത്തിൽ ഭാരങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മെ കൈവിടാത്ത നമ്മോട് കൂടെ വരുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who never leaves us when we are walking through wilderness. ഇവിടെ നാം യോബിന്റെ ജീവിതത്തിലേക്ക് നാം വീണ്ടും കടന്നു വരുമ്പോൾ കാണുവാനായി കഴിയും. യോബ് പ്രാർത്ഥിക്കുകയാണ്, യഹോവയാകുന്ന ദൈവമേ, ധനവും മാനവും പുകഴ്ചകളും ഒന്നും എനിക്ക് വേണ്ട. കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്ന, നീ എനിക്ക് വേണ്ടി വെളിച്ചമായിരിക്കുന്ന ആ നിമിഷങ്ങൾ എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Job is praying to God that I do not want the wealth or anything to come back to God, only the time when you, the Almighty, was with me and when His light was before me. ഒന്നാമത് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കണമേ. He's saying his light should shine before me. രണ്ടാമത് പറയുകയാണ്, കർത്താവേ, അന്ന് അങ്ങയുടെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. That time, the times when I walked safely through the darkness. ഇരുട്ടെന്നെ മൂടിക്കളയുവാനായി വന്നപ്പോൾ, അന്ധകാരം എന്നെ തകർത്ത് കളയുവാനായി വന്നപ്പോൾ, സാത്താൻ എന്നെ അവിടുന്ന് തകർത്ത് കളയുവാനായി വന്നപ്പോൾ വലിയവനാകുന്ന ദൈവമേ, അങ്ങയുടെ വെളിച്ചം എന്നോട് കൂടെ ഇരിക്കുവാനിടയായി തീർന്നു. When darkness came to cover me, when Satan came to destroy me, the Lord God, you were with me as a light. മൂന്നാമത് പറയുകയാണ്, കർത്താവേ, എൻ്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. Covenant. Oh, okay. When I was, verse 4. When I was in my prime, God's friendship was felt in my heart. അടുത്തവൻ പറയുകയാണ്, സാക്ഷിതനാകുന്ന യഹോവയാകുന്ന ദൈവം എന്നോടുകൂടി വസിച്ച ആ നിമിഷങ്ങൾ എനിക്ക് വീണ്ടും നൽകണമേ. I need those times when the Almighty was still with me. അന്നവൻ പറയുകയാണ്, എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു, അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ദൈവത്തെ സേവിച്ചിരുന്ന ആ അനുഗ്രഹമേറിയ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. He is telling the times of happiness and joy and peace when he had when his children was with them, the blessed times when they were with him. അതുകൊണ്ട് ആ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യോബ് ആഗ്രഹിക്കുകയാണ്. He is hoping that he is in that time when he had this great joy. തന്റെ ഭാര്യ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. തന്റെ സഹോദരങ്ങൾ, തന്റെ സ്നേഹിതന്മാരൊക്കെ അവനെ നിന്ദിക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ടും ദൈവത്തോട് മറുത്തൊന്നും അവൻ പറഞ്ഞില്ല. His wife asked him to defy God. His friends asked him to mock God, but still he didn't say anything against God. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അവൻ സേവിച്ചപ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ യാത്ര തിരിച്ചപ്പോൾ ദൈവം അവനെ പൂർണ്ണമായി മാനിക്കുവാൻ ഇടയായി തീർന്നു. We see that God when he was with he didn't
God. We see that God blesses him when he was confiding in him willfully with all of his heart. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Let's turn to chapter 42, Job chapter 42, verse 1 and 2. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഇവിടെ പറയുകയാണ്, യഹോവയായ ദൈവത്തോട് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. Here Job says that I know that you can do anything and no one can stop you. യോബ് പറയുകയാണ്, കർത്താവേ, നീയാണ് എൻ്റെ സകലത്തിനും ആധാരമാകും ദൈവം. നീയാണ് എൻ്റെ ജീവിതത്തെ ഇതുവരെ നടത്തിയത്, ഇനിയും മേലാണ് നടത്തുവാൻ അങ്ങ് മതിയാകും ദൈവമാണ്. നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയാണ്. Job here acknowledges that God, you are the only God who was with me all this time, and only you can do and provide me for the time to come. യോബ് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ അറിയുന്നു. Job says that I know that you can do anything. നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ച ദൈവമാണ്, നമുക്ക് ജീവൻ നൽകിയ ദൈവമാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമും ഹവ്വയും ദൈവത്തെ മറന്നുകൊണ്ട് പാപം ചെയ്തവരായി ദൈവത്തിന് ദൂരേക്ക് അകന്നു പോയപ്പോൾ അവരെ തേടി വരുന്ന ഒരു വലിയവനാകും ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും. We see that he is the God who gave us life and kept us here in this earth. The first man and woman who sinned against God and moved away from him, he is the God who came for him and who is bringing them closer. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് മാത്രം വേണ്ടിയായിരുന്നു. We know that the God created humans to worship him. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് ദൂരേക്ക് അകന്നു പോയപ്പോഴും അവരെ തേടി വരുന്ന ഒരു വലിയവനാകും ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും. Even when they sinned and moved away from God, we see that this is the God who came to get them closer to him. ആദ്യ മനുഷ്യർ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാട്ടി അവർ ദൂരേക്ക് അകന്നു പോയപ്പോഴും അവരെ കൈവിടാതെ അവരെ സ്നേഹിക്കുന്ന ഒരു വലിയവനാകും ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും. Even when they sinned and moved away from God, we see that he never left him, but he went and looked for them and bring them to them. ആദ്യ മനുഷ്യന്റെ പാപം സകലമായ വിനാശിലേക്കുമായി നിറങ്ങിയപ്പോൾ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നപ്പോൾ ആ മനുഷ്യരെ വീണ്ടെടുക്കുവാനായി സ്വർഗമഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹം. We see the love of God that when the first man sinned against God, it was spread to all the humankind. But still he left all his heavenly glory and came for that sinner like all of us. ആ ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കുവാനായി ഈ ലോകത്തിൽ ഒന്നുമില്ല. We cannot give anything back for that great love that he shown us. ഇവിടെ യോബ് പറയുകയാണ്, കർത്താവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. Job says, I know that you can do anything. കഷ്ടങ്ങളും പ്രതികൂലങ്ങളിൽ ഒരു നീണ്ട ഒരു നിര തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവൻ ദൈവത്തോട് മറുത്തൊന്നും പറഞ്ഞില്ല. Even when all the difficulties and pain that came to his life, he never said anything against him. അതുകൊണ്ട് 42-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുവാനായി കഴിയും. So when we look chapter 42 verse 9, we can see like this. യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. In this translation it says, the Lord accepted Job's prayer. ഇവിടെ വായിക്കുമ്പോൾ തന്റെ സ്നേഹിതന്മാർ അവനോട് പറയുവാനായി തീർന്നു, ഇനിയെങ്കിലും ദൈവത്തെ മറുത്തു പറഞ്ഞ് ഈ വലിയ ശിക്ഷകളുണ്ട്, ഈ ഭയാനകമായ നിമിഷത്തിൽ നിനക്ക് രക്ഷപ്പെട്ടുകൂടായോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല. Even when his friends ask him to defy God, he says, I will never leave God. അവൻ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര തിരിച്ചപ്പോൾ നാം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, യഹോവയാകും ദൈവം അവന്റെ മുഖത്തെ ആദരിക്കുവാനിടയായി തീർന്നു. We see that Jehovah accepted Job when he looked unto the Lord. ഈ ലോകം നമ്മളെ ആദരിക്കാതിരിക്കുമ്പോൾ, ഈ സമൂഹം നമ്മെ ആദരിക്കാതിരിക്കുമ്പോൾ, നമ്മെ ആദരിക്കുന്ന ഒരു വലിയവനാകും ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Even when this society does not accept
as there is a God who accepts us. പൗലോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു, അവൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ, ദൈവനീതിക്ക് വേണ്ടി നിന്നപ്പോൾ അവനെ എല്ലാവരും കൈവിടുവാനിടയായി. We see from the life of Paul that when he was with God, we see the others forcing him. എന്നാൽ വലിയവനാകും ദൈവം അവന് വേണ്ടി തുണയായി നിൽക്കുവാനിടയായി. We see that the Lord Almighty was with him always. ഇന്ന് പകൽക്കാലം ഭാരങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുമ്പോൾ വലിയവനാകുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനായി കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മെ ആദരിക്കുവാനായി കഴിയുന്ന, നിശ്ചയമായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We are serving a God even when times of difficulties and any troubles, when you look unto him, he is a God who can save and provide for us. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കാം. Let's turn to Matthew chapter 28. 28-20. Verse 20. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. He said, I am with you always, even to the end of the age. കർത്താവിന്റെ ലോക ജീവിതകാലത്ത് തന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോടും തന്റെ അടുക്കൽ വന്നവരോട് കർത്താവ് ഗ്രേറ്റ് കമ്മീഷനായി തന്റെ അവസാന സന്ദേശമായി പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. God is commanding us as a great commission that be sure of this, I am with you always, even to the end of the age. ലോകത്തിൽ എല്ലാവരും നമ്മെ കൈവിട്ടാലും എല്ലാവരും നമുക്ക് പ്രതികൂലമായി നിന്നാലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം ഒരു നാളും മറന്നു പോകരുത്. We should never forget that even when everyone leaves us or even when anyone is against us, we should not forget that he is always with us. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. Here our Lord is saying that I am with you always, even to the end of the age. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയും. Let's turn to Revelation chapter 22 verse 3 to 5. അവിടെ എങ്ങനെയാണ് പറയുന്നത്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുന്നില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുമുണ്ട്, വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. Verse 3 to 5. No longer will there be any curse upon anything, for the throne of God and the Lamb will be there, and his servants will worship him, and they will see his face, and his name will be written on their foreheads. And there will be no night there, no need for lamps or sun, for the Lord God will shine on them, and they will reign forever and ever. നമ്മുടെ ശുഭകാലം അതാണ്, ദൈവത്തോടു കൂടെ ഇരിക്കുന്ന, ദൈവത്തിന്റെ അടുക്കലിരിക്കുന്ന അനുഗ്രഹമേറിയ നിമിഷമാണ് നമ്മുടെ ശുഭകാലം. That is our good time, the time when we are with God. ഇവിടെ പറയുകയാണ്, അന്ന് യാതൊരു ശാപവും ഉണ്ടാകുകയില്ല, കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. That day there will not be any curse upon anything, for the throne of God and the Lamb will be there, and his servants will worship him. ഇന്ന് പൽക്കാലം നാം വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശ്വാസത്താൽ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ ഒരിക്കൽ നാം അവനെ മുഖാമുഖം കാണുവാൻ പോകുകയാണ്. We are going to see him. Now we are worshiping him. When we are worshiping him, we will be seeing him one day. നമുക്ക് വേണ്ടി ചങ്കില ചോര നൽകിയ, നമുക്ക് വേണ്ടി ജീവനെയായി മറുപടിയായി തന്ന, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് അന്ന് നാം ആരാധിക്കും. That time we will worship him, the God who became a propitiation for sin, who gave his blood for us, that we will meet him one day face to face. അവിടെ എങ്ങനെയാണ് പറയുന്നത്, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. Here we see they will see his face and his name will be written on their foreheads. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ രാത്രി ഉണ്ടാകുകയില്ല, ദൈവമാകുന്ന കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുമുണ്ട്, വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. Verse 5. And there will be no night there, no need for lamps or sun, for the Lord God will shine on them. താഴോട്ട് വായിക്കുമ്പോൾ കാണുവാനായി കഴിയും, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. And they will reign forever and ever. അന്ന് മരണമുണ്ടാകുകയില്ല, നിത്യകാലം നാം കർത്താവിനോടുകൂടെ അവന്റെ മുഖാമുഖം കണ്ടുകൊണ്ട് അവനെ സ്തുതിക്കുന്ന നല്ല നിമിഷങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നൽകുവാൻ പോവുകയാണ്. There will be no death, but we will be living forever
worshipping the Lord. ഇവിടെ ഇതാ യോബ് ആഗ്രഹിക്കുകയാണ്, യഹോവയാകുന്ന കർത്താവേ, അങ്ങയുടെ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ. Here God is requesting that let that good times now come to me. ധനമോ മാനമോ പുകഴ്ചകളോ, അവൻ വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. ആ ധനവും മാനവും ഒന്നും അവൻ ശോഭിച്ചില്ല. He didn't want any of those wealth to come back to him. അവൻ പറയുകയാണ്, യഹോവയാകുന്ന കർത്താവേ, അങ്ങനെ കാത്തുപോറ്റുന്ന, അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ആ നല്ല നാളുകൾ എനിക്ക് വീണ്ടും നൽകണമേ. But he needs this time. We need the time that when he was the God Almighty was with him and taking care of him. അവനെ കാത്തു സൂക്ഷിച്ച നിമിഷങ്ങൾ, കാത്തുപോറ്റുന്ന നിമിഷങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒന്നാമത് അവൻ ആഗ്രഹിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, ആ നിമിഷം എനിക്ക് നൽകണമേ. He is praying that the light was before him. He is hoping for that moment. അന്ന് അങ്ങയുടെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു, ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണം. The moment when I walked safely through the darkness, he wants it back. അന്ന് കർത്താവേ, അങ്ങന്റെ കൂടാരത്തിൽ അങ്ങയുടെ സംഗീതം ഉണ്ടായിരുന്നു. ഒരു നല്ല സ്നേഹിതനായി, ഒരു നല്ല മിത്രമായി അങ്ങന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. He wants that moment when God's friendship was felt in my home, when he was closer to God, when God was as a very intimate friend to him. അടുത്തവൻ പറയുകയാണ്, സർവശക്തനാകുന്ന ദൈവമേ, ആ കർത്താവേ, അങ്ങനോട് കൂടെ വസിക്കുന്ന നിത്യനായ ദൈവമേ, സർവശക്തനായ എന്നോട് കൂടെ ഇരിക്കുന്ന ആ അനുഗ്രഹമേറിയ നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് അവൻ പറയുകയാണ്. Need those blessed times when the Almighty was still with me. അന്ന് എൻ്റെ മക്കൾ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സന്തോഷവും സമാധാനവും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ നല്ല ശുഭദിനം, ആ നല്ല നിമിഷങ്ങൾ എനിക്ക് വീണ്ടും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായി കഴിയും. I need those times when my children were with me, when I had love, peace and happiness. I need those times back. He is praying to God. തന്റെ ഭാര്യയും തന്റെ സ്നേഹിതന്മാരും മറ്റെല്ലാവരും അവനെ നിന്ദിച്ചപ്പോൾ, അവനെ പരിഹസിച്ചപ്പോൾ, അവൻ ദൈവത്തോട് ഒന്നും മറുത്തു പറയാതെ ദൈവത്തെ അവിടുന്ന് സ്നേഹിക്കുവാനിടയായി തീർന്നു. When his wife and friends mocked him, he never said anything, but he was being closer to God. അതുകൊണ്ട് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്, ദൈവം അവനെ ആദരിക്കുവാനിടയായി തീർന്നു. And because of that, we can see that God acknowledged him. യോഹന്നാൻ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. Let us turn to Job chapter 42 verse 12. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവൻ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. So we read like this in verse 12. So the Lord blessed Job in the second half of his life even more than in the beginning. For now he had 14,000 sheep, 6,000 camels, 100,000 teams of oxen and 1,000 female donkeys. ഇവിടെ വലിയവനാകും ദൈവം യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിക്കുവാനിടയായി. See the Lord blessing Job in the second half of his life even more than in the beginning. കാരണം ഇതായിരുന്നു, അവൻ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. അവൻ ആഗ്രഹിച്ചത് യഹോവയാകുന്ന ദൈവത്തിന്റെ പ്രകാശമായിരുന്നു. കർത്താവേ, അങ്ങനോടുകൂടെ യാത്ര ചെയ്യുന്ന, അങ്ങനോടുകൂടെ ഇരിക്കുന്ന സർവശക്തനാകുന്ന ദൈവമേ, അങ്ങയുടെ ആ കാരുണ്യം എന്നോടുകൂടെ ഇരിക്കുന്ന ആ നല്ല നിമിഷത്തിന് വേണ്ടി യോബ് ആഗ്രഹിച്ചപ്പോൾ ദൈവനെ മാത്രമായി അനുഗ്രഹിക്കുവാനിടയായി. Because we see that he wanted only the love and the presence of the God Almighty with him, so that God blessed him even than before. ഇന്ന് വൽക്കാലം ദൈവത്തിൽ നാം ആയിരിക്കുമ്പോഴും നാം ആഗ്രഹിക്കേണ്ടതാണ്. Even when we are in the presence of God, we should hope for that. ഒന്നാം നാം ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കണമേ. We should hope that we should pray to God that His light may shine upon us. കർത്താവേ, അങ്ങയുടെ വെളിച്ചം എന്നോട് കൂടെ ഇരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്യുവാനായി, എൻ്റെ ജീവിതത്തിൽ എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് എൻ്റെ വഴികളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ എന്നെ അവിടുന്ന് വഴി നടത്തുവാനായി കർത്താവേ, അങ്ങനോടുകൂടെ വെളിച്ചമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയണം. We should be able to pray that let thy light be before us in wherever we are walking in times of darkness, let your light shine upon us. കർത്താവേ,
അങ്ങനോടുകൂടെ അങ്ങ് എൻ്റെ സ്നേഹിതനായ എന്നോട് കൂടി ഇരിക്കണമേ. ഭാരങ്ങളും പ്രതികൂലങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാനായി, ഒരു സ്നേഹിതനായി കർത്താവേ എൻ്റെ കാര്യങ്ങൾ കേൾക്കുവാനായി ഒരു നല്ല സ്നേഹിതനായ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് നാം ആഗ്രഹിക്കണം. In times of difficulties and pain, we should be able to pray to God that let be with me as my friend, so that I can look up to your face and tell my difficulties. നാലാമത് അവൻ ആഗ്രഹിക്കുകയാണ്, സർവശക്തനായ ദൈവമേ എന്നോടുകൂടെ വസിക്കുന്ന ആ നല്ല നിമിഷം എനിക്ക് വീണ്ടും നൽകണമേ. And thirdly, he's saying, let those times when you were with me, let the times come back to me. എൻ്റെ ശുഭകാലം എനിക്ക് വീണ്ടും നൽകണമേ. Give back my good times back to me. എന്താണ് നമ്മുടെ ശുഭകാലം? നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. What is our good times? Our Lord is telling us, let not your heart be shaken. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായി പോകുന്നു. ഞാൻ പോയി നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. Because I am going to prepare place for you. When it is ready, I will bring you closer to me. വലിയവനാകും ദൈവം എത്രയോ വലിയവനാകും ദൈവമാണ്. എന്നിട്ടും ഉന്നതനായ ദൈവം നമ്മെ തേടി, കേവലം മനുഷ്യനായ നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. Our Lord God, He left all His heavenly glories and riches, but He came to look for us. He came for us sinners. നാം ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവത്തിൽ ദൂരേക്ക് അകന്നു പോയവരായിരുന്നു. എന്നാൽ നിത്യമായ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കുവാനായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. We were away from God. We did not know God, but to give us salvation, He came to this world. നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന് നാം അനുഭവിക്കേണ്ട കഷ്ടം, നാം അനുഭവിക്കേണ്ട മരണം നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ അനുഭവിച്ച് നമുക്ക് വേണ്ടി നിത്യമായ ജീവൻ അവൻ നൽകുവാനിടയായി തീർന്നു. He became a propitiation for our sins. He took all our sins and died for us, so that we may have eternal life. ഒരിക്കൽ പോലും ആ സ്നേഹം പ്രാപിക്കുവാൻ നാം യോഗ്യരല്ലായിരുന്നു. എന്നിട്ടും നമ്മെ അവൻ സ്നേഹിക്കുവാനിടയായി തീർന്നു. We were not worthy of that love, but still He loved us. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. That is why the psalmist says, I have nothing aside you. ജീവിതത്തിന്റെ എല്ലാ നിമിഷം കർത്താവേ, നീയാണ് എൻ്റെ സകലത്തിനും ആധാരം, നീയാണ് എൻ്റെ സകലത്തിനും വലിയവനാകുന്ന ദൈവമെന്ന് നമുക്ക് പറയുവാനായി കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മെ നടത്തുവാനായി, നമ്മുടെ മുഖത്തെ ആദരിക്കുവാനായി കഴിയുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We are serving a God when in times of our difficulty we should be able to tell God that we should be the God who can help us and guide us when in times of our difficulties, if we look unto Him. നമുക്കറിയാം, മലയാളത്തിലെ അനേകം ക്രൈസ്തവകേളിക്ക് അനേകം ഗാനങ്ങൾ എഴുതിയ എം.വി. ചെറിയാൻ സാർ. We know that M.V. Cherian sir, who wrote many songs for in the previous generation. തന്റെ ജീവിതകാലത്ത് പ്രതികൂലങ്ങൾ താൻ സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ വലിയ പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടി വരുവാനിടയായി തീർന്നു. When he was working as Lord's servant, he had to face many difficulties. അപ്പോൾ അദ്ദേഹം പാടുവാനിടയായി തീർന്നു. പ്രതിഫലം നൽകിയിടുവാൻ ഒരു മനോഹരമായ പാട്ട് അദ്ദേഹം എഴുതുവാനിടയായി. There is a song that he sang when he was going through difficulties. അതിന്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്. കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം കഴിയും, എന്നാൽ നാം പിരിയാതെ കർത്താവിനോട് കൂടി ഇരിക്കുന്ന ഒരു അനുഗ്രഹമേറിയ നിമിഷമുണ്ട്. Everything in the last stanza he says like that, everything that we see will go, but there is one thing that we'll be living with Him forever. നമ്മെ നിത്യതയിൽ എത്തിക്കുന്ന, നിത്യമായ കരുണയാൽ നമ്മെ നടത്തുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We are serving a God who can guide us with eternal life. Eternal life. നിത്യകാലം നമ്മുടെ കർത്താവിനോടുകൂടി വസിക്കുമാറാക്കുന്ന, അവനോട് കൂടെ ഇരുത്തുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who will help us to live with Him forever and ever. യോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ദൈവമുഖത്തേക്ക് വിശ്വസ്തയോടെ നോക്കുവാനായി കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയാകുന്ന ദൈവമാണ്. This is what we learn from the life of Job. If you are faithful towards God, He is a God who can guide us forever. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കതാണ് കാണുവാനായി കഴിയുന്നത്. We see that from the life of Israelites too. വലിയവനാകുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. The God Almighty was with them. ഇന്ന് പകൽക്കാലം
ദൈവത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ, നീയാണ് എൻ്റെ സകലത്തിനും ആധാരം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നീയാണ് എൻ്റെ ജീവന്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാനായി കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹത്തോടുകൂടെ ആ ശുഭകാലത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയവനാകും ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. In this daytime, if we look unto Him and say, there is nothing, I have nothing beside you, but you are the only in my life. If we are able to say that there is a God, this is a God who will guide us forever. This is a God that we serve. അതാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം ആസ്ത്രങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. That is a promise that God is giving, as we read in John chapter 14, that I am going to prepare a place for you, and I'll take, when it is ready, I'll come back and take you. നിവൽക്കാലം നമ്മെ അവൻ്റെ അടുക്കിലേക്ക് ചേർക്കുന്ന ആ നിത്യകാലം അവന്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ആ ശുഭകാലം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നൽകുവാൻ പോവുകയാണ്. He is going to give us a time that where we can worship Him face to face. തന്റെ ക്രൂശുമരണം കഴിഞ്ഞ് താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായി പോകുമ്പോൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാനായി കഴിയുന്നത്. When He was about to be ascended into heaven, we see like this. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന ശിഷ്യന്മാരും മറ്റുള്ളവരോടും പറയുകയാണ്, നിങ്ങൾ ആ ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ആരെ നോക്കി നിൽക്കുന്നു, നിങ്ങൾ ആരെ നോക്കി നിൽക്കുന്നു? നമ്മുടെ കർത്താവ് അവൻ സ്വർഗാരോഹണം ചെയ്തപോലെ അവൻ മടങ്ങി വരും. The angels telling the apostles, whom are you looking? The person who are looking is gone, and he will be coming back. അവൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകി നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നു. He came to this world to die for us, and He is ascended into heaven. മാത്രമല്ല അവൻ പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I am going to prepare a place for you. Once it is ready, I will come back and take you to be with me. ഇവിടെ ഇതാ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മെ ചേർക്കുന്ന ഒരു വലിയവനാകും ദൈവം. We see a God who is bringing us closer to Him. അന്ന് കണ്ണുനീരുണ്ടാകുകയില്ല, മരണം ഉണ്ടാകുകയില്ല, യാതൊരു ശാപം ഉണ്ടാകുകയില്ല. വലിയവനാകും ദൈവം, വലിയവനാകുന്ന കുഞ്ഞാട് നമുക്ക് വിളക്കായി അവിടെ പ്രകാശിക്കുവാനിടയായി തീരും. There will be no death, no tears, no pain, but there will be the Lamb of God shining before us. അന്ന് നാം അവന്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കും. Then we will praise our God, seeing Him face to face. ഈ ലോകത്തിൽ തീർന്നു പോകുന്ന പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ, പിന്നെയോ നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. Our faith is not faith of this world that goes away, but the one that is eternal. അതുകൊണ്ടാണ് യോബ് പറയുകയാണ്, യോബിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതാണ്. യോബ് പറയുകയാണ്, കർത്താവേ, മറ്റൊന്നും എനിക്ക് വേണ്ട, യാതൊരു നേട്ടങ്ങളോ പ്രശംസകളോ ഭൗതികമായ ഒരു നേട്ടങ്ങളും എനിക്ക് വേണ്ട. കർത്താവേ, അങ്ങനോട് കൂടിയിരിക്കുന്ന ആ നിമിഷങ്ങൾ മാത്രം മതി എന്ന് യോബ് ആഗ്രഹിക്കുകയാണ്. Here Job is hoping that I do not want any of the wealth or possessions, but that moment when you were with me. ഇന്ന് പകൽക്കാലം യോബിനോട് ചേർന്നുകൊണ്ട് നമുക്ക് പറയുവാനായിരിക്കണം, കർത്താവേ, അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കണമേ. Along with Job, you should also be able to say that, let your light shine upon us. കർത്താവേ, അന്ന് അങ്ങയുടെ വെളിച്ചത്താൽ ഇരുട്ടിൽ കൂടി നടന്നു, എൻ്റെ കൂടാരത്തിൽ ദൈവത്തിന് സംഗതി ഉണ്ടായിരുന്നു. സവിശുദ്ധനാകുന്ന കർത്താവേ, അങ്ങനോടുകൂടെ വസിച്ചിരുന്നു. ആ നിമിഷങ്ങൾ എനിക്ക് വീണ്ടും നൽകണം. He says is when He lit up the way before me, I walked safely through the darkness. Let us also hope that and pray to God that those times we will get those times like Job. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. I would like to conclude here saying that let not your heart be shaken. യോബിനെ പോലെ വിശ്വസ്തയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാനായി വരാം. Like Job, let us also walk in faith, looking unto His face. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Let God help us and guide us, looking unto Him, and let us walk faithfully
with God. ഇതിനൊരു അവസരം ഒരുക്കി തന്ന സഭയോട് ഒരുപാട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank for giving me such an opportunity. May His name be glorified. You pray. Let us look unto the Lord and bow down our heads. Dear loving Heavenly Father, thank you, Lord, for this wonderful time you have given us, Lord. Oh Lord, as we have been hearing from the life of Job, oh Lord, in times of difficulties, in times of all the pain and sufferings, oh Lord, Job was always with you. He never said anything against you. Even when his wives or friends asked to defy your God, oh Lord, he was with you. He looked upon you, oh God. Oh Lord, let that be a good lesson for us in our lives. Oh Lord, in times of difficulties, oh Lord, help us to walk in thy way. Oh Lord, I pray for this loving time that you have given us. So thank you, Lord, for helping brother to share this message. Oh Lord, what you wanted to talk to us, oh God. Oh Lord, let that be in the coming days be a guidance in our hearts, oh God. Oh Lord, I pray for each and every one of the members here, oh God. Oh Lord, until we come back and meet again, oh Lord, let your guidance and blessing be with us, oh God. Oh Lord, we will be going back to our workplaces, our homes, oh God. Be with us and help us, and so that all our lives, oh Lord, let us all remember and think that we live to serve you and you alone, oh God. Let not other things of the world, take us away from you, O God. O Lord, I give everyone into their hands in the precious name of Lord, I love you, Jesus Christ. Amen.